ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് സാറ്റലൈറ്റ് വ്യൂ ആണ്. അതായത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ടാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഈ വ്യൂ വളരെ പരിചിതമാണ്. അതായത് നമ്മൾ ഈ പോർട്ടിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞിരിക്കുന്നു. വർക്കും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റലൈറ്റിൻ്റെ അപ്ഡേഷൻ എടുക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രണ്ടാം ഘട്ട വർക്കിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ അപ്ഡേഷനാണ്. കാരണം നമ്മൾ പോർട്ടിൽ ചെന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂയിലൂടെ മെഷർമെൻറ്റ് എത്ര പെർസെൻറ്റേജാണ് വർക്ക്, അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് മെഷർമെൻറ്റിലൂടെ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറ്റലൈറ്റ് വ്യൂ ആണ്. തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡ് ഫേസിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ഞാൻ ഡേറ്റ് കാണിക്കാം. 11/2/2026 ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള അപ്ഡേഷൻ, മെഷർമെൻറ്റ് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ മെഷർമെൻറ്റ് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന സാറ്റലൈറ്റ് വ്യൂ നോക്കിയാലും പോർട്ടിൽ ചെന്ന് നോക്കിയാലും ഡേ നൈറ്റ് വർക്കുകൾ നടക്കുന്ന വർക്കിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളൊന്നാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ബർത്ത് യാർഡ് എക്സ്റ്റൻഷൻ. ധാരാളം വർക്ക് പോർട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. 2028 ആകുമ്പോൾ ആ വർക്കെല്ലാം കംപ്ലീറ്റ് ആകുകയും ചെയ്യും. ചിലപ്പോൾ 2028 മുന്നേ തന്നെ കംപ്ലീറ്റ് ആകും. കാരണം നമുക്ക് ഈ മെഷർമെൻറ്റിലൂടെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബർത്ത് യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളാണ് വളരെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും വളരെ വേഗത്തിൽ കണ്ടു മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ ആദ്യഘട്ട വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മളീ കാണുന്ന ബ്രേക്ക് വാട്ടർ 2960 മീറ്ററാണ്. 2028 ആകുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത രണ്ടാം ഘട്ട വർക്കുകൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ 4000 മീറ്ററിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന ബർത്ത് ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 800 മീറ്ററാണ്. രണ്ടാം ഘട്ട വർക്കിൻ്റെ ഭാഗമായ 2028 ആകുമ്പോൾ 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ടുള്ള 80 ഹെക്ടർ കടലിലെ ലാൻഡാണ് നമ്മൾ നികത്തിയെടുത്ത് യാർഡ് എക്സ്റ്റൻഷൻ പോകുന്നത്. ഈ 3 വർക്കുകളും വളരെ ഈസി ആയിട്ടും പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായി സാധിക്കും. അതിലൊരു വർക്കായ ബ്രേക്ക് വാട്ടറാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനായി സാധിക്കും. ഈ മെഷർമെൻറ്റ് രൂപത്തിൽ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു എന്ന് നമുക്ക് കോൺഫിഡൻറ്റോടെ പറയാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ന് വീഡിയോ എടുത്താലും ഒരേപോലെ തന്നെ ഇരിക്കും. കാരണം നമ്മുടെ ബ്രേക്ക് വാട്ടർ വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ മെഷർമെൻറ്റ് രൂപത്തിലെടുക്കുമ്പോൾ നമുക്ക് എത്ര മീറ്ററാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കും. ഇത് 2 ആഴ്ച കൂടിയുള്ള ഒരു മെഷർമെൻറ്റാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് 3200 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാം ഘട്ട വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ 4000 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ 3200 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ബ്രേക്ക് വാട്ടർ വർക്ക് നടക്കുന്നു എന്ന് പറയാനായി സാധിക്കും. കാരണം നമ്മൾ കടലിലൂടെ മറൈൻ ഡംപിങ് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെയും ഡംപിങ് നടക്കുന്നു. ഡേ നൈറ്റ് വർക്ക് നടക്കുന്നതിനാൽ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കാരണം ഈ ഭാഗത്തെല്ലാം 20 മുതൽ 25 മീറ്റർ വരെയാണ് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലെ കടലിൻ്റെ ആഴം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 125 മീറ്ററും നമുക്ക് പോർട്ടിൽ പോകുമ്പോൾ കണ്ണുകൊണ്ട് കാണാനായി സാധിക്കുന്നത് 10 മീറ്റർ ഹൈറ്റും. എനിക്ക് തോന്നുന്നു സെൻട്രൽ റോഡ് 10 മീറ്റർ ആണെങ്കിൽ സൈഡ് സപ്പോർട്ടിംഗ് സൈഡായിട്ട് ഏകദേശം 10 മീറ്ററാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിൽ വരുമ്പോൾ ഏകദേശം 30 മീറ്റർ വീതിയെങ്കിലും ഉണ്ടാവും ബ്രേക്ക് വാട്ടറിൻ്റെ ആ പോർഷനിൽ. അതുമാത്രമല്ല ഏറ്റവും ബേസ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 125 മീറ്ററാണ്. അത്രത്തോളം ലക്ഷക്കണക്കിന് ടൺ നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് ഇതുവരെ വേണ്ടി വന്നിട്ടുള്ളത്. ഇനി നാളെയും അതുതന്നെ വേണ്ടി വരും. ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് നമ്മുടെ പോർട്ടിലേക്ക് ഈ ഡംപിങ് യാർഡിലേക്ക് ഒഴുകി വരുന്നതും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോ രൂപത്തിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3200 മീറ്ററാണ് നിലവിൽ 2 ആഴ്ച കൊണ്ട് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് എന്ന് മെഷർമെൻറ്റ് രൂപത്തിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബർത്തിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നിന്നാണ് നമുക്ക് ബർത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. ഇപ്പോൾ നമുക്ക് 800 മീറ്ററോളം ഏകദേശം കംപ്ലീറ്റ് ഉണ്ട്. നമ്മൾ ഈ എൻഡ് പോർഷനിൽ നമുക്ക് അറിയാനായി സാധിക്കില്ല, ഇവിടെ മെഷീൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 815 മീറ്റർ എന്ന് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു ജേക്കബ് ബാർജ് അല്ല ജാക്കബ് ബാർജ് JU ബാർജ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആ മെഷർമെൻറ്റോട് ചേർത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. 800 മീറ്റർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 800 മീറ്ററിന് എൻഡ് പോർഷനിലാണ് ഈ JU ബാർജ് വെച്ചിട്ട് ഹെവി എക്യുപ്മെൻറ്റ്സ് വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 800 മീറ്റർ നമുക്കിവിടെ ഏകദേശം കാണാനായി സാധിക്കും. ഇനി നമുക്ക് അടുത്ത ആഴ്ച 1-2 ആഴ്ചയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ കാണുന്ന പോലെ സ്റ്റോൺ കൊണ്ടിട്ട് വളരെ വേഗം ഡംപിങ് നടക്കുന്ന പോലെ കുറച്ചുകൂടി ഈസി അല്ല ഇതും, എന്നാലും ഈ ഒരു ബെർത്തിൻ്റെ സ്ട്രക്ചറാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹെവി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സെറ്റിംഗ് സമയമെടുത്ത് ചെയ്യേണ്ട വർക്കുകളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ സിവിൽ വർക്കുമായിട്ട് എഞ്ചിനീയർ ലെവലുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്നവർ കാണും. അപ്പോൾ അവർക്കറിയാം ഈ സെറ്റിംഗ് ടൈം എങ്ങനെയാണ്, ഓരോ ഘട്ട വർക്കുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഷർമെൻറ്റിലൊന്നും എളുപ്പം അറിയാനായി സാധിക്കില്ല, എന്നാലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും വ്യത്യാസം അറിയാനായി സാധിക്കും. 800 മീറ്ററിലൊന്നും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ 800 മീറ്റർ ബെർത്ത് ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനോട് ചേർത്തുള്ള യാർഡ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയി. ഇനി 2028 ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്ക് വരുന്നതോടനുബന്ധിച്ച് തന്നെ 80 ഹെക്ടർ ലാൻഡാണ് ഈ യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗമെല്ലാം നികത്തിയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കടലിലേക്ക് ഒരു റോഡ് പോലെ തന്നെ ഈ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതിലൂടെ തന്നെയാണ് ഹെവി സ്റ്റോണ് ഫില്ല് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഈ പറയുന്ന ഡ്രഡ്ജർ മെഷീൻ ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്ത് മണൽ നിറച്ചതിന് ശേഷം നികത്തിയെടുക്കുന്നത്. അങ്ങനെ ഈ റോഡ് മാർഗം വന്നിട്ടുള്ളതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ ഓരോ ഭാഗത്തും നമ്മൾ നോക്കുകയാണ്. ഈ ഭാഗത്ത് നിന്നാണ് ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, കണ്ടോ, ഈ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഏകദേശം 347 മീറ്റർ ഈ ഒരു ലെന്തിൽ തന്നെ മനസ്സിലാക്കാം. അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നൊരു വ്യത്യാസമുണ്ട്. കാരണം 2 ആഴ്ച കൊണ്ടൊന്ന് വ്യത്യാസം ഈ ഭാഗത്തു നിന്നൊരു റോഡ് പോലെ ഈ ഭാഗത്തേക്ക് നീണ്ടു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡംപിങ് അവസാനമായിട്ട് നമ്മൾ ഈ ഭാഗത്താണ് ഡംപിങ് കണ്ടത്. ഏകദേശം 246 മീറ്ററോളം സ്റ്റോൺ ഇവിടെ ഡംപ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഈ ഭാഗമെല്ലാം കുറച്ച് ഭാഗം ഈ ഹെവി സ്റ്റോണിട്ട് നികത്തി എടുത്ത് വരുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഡേ നൈറ്റ് കൊണ്ട് നമ്മളെ പോർട്ടിലെ എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ മെഷർമെൻറ്റിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും ഡീറ്റെയിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഒരു പൊസിഷൻ ബാർജ് ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പൊസിഷൻ ബാർജിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം എന്നുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഏകദേശം 94 മീറ്ററിലെ 100 മീറ്ററോളം ഉണ്ട്. നമുക്ക് സൂം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 100 മീറ്ററോളം ഉണ്ട് ഈ പൊസിഷൻ ബാർജിൻ്റെ നീളം എന്ന് പറയുന്നത്. വീതി അതും നമുക്ക് നോക്കാം, എത്ര മീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 36-40 മീറ്ററോളം, 40 മീറ്റർ ആയിരിക്കും. 100 മീറ്റർ നീളവും 40 മീറ്ററോളം വീതിയും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോൺ ഇട്ട് വരുന്നതിൻ്റെ ഒരു വീതി എത്ര മീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 34 മീറ്റർ ആണെങ്കിൽ 30 മീറ്ററോളം ഏകദേശം ഉണ്ട്. സെൻട്രലിലുള്ള 10 മീറ്ററും സൈഡ് ഏകദേശം 10 മീറ്റർ വെച്ച് ഏകദേശം 34 മീറ്ററാണ് നമുക്ക് കാണിക്കുന്നത്. 30 മീറ്ററോളം, 30 മീറ്റർ മുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ എന്നീ ഈ 3 പോർഷനും. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ ഇവിടെ നമുക്ക് വിഴിഞ്ഞം ഹാർബർ കാണാൻ സാധിക്കും. വിഴിഞ്ഞം ഹാർബറിൻ്റെയും വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലേസ് ഉണ്ട്, കേട്ടോ. ഇതൊരു വേക്കൻറ്റ് പ്ലേസ് എന്ന് പറയാം. നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 332 മീറ്ററാണ്. ഈ നമ്മുടെ പോർട്ട് കാണാൻ വരുന്നവരെല്ലാം ഈ വിഴിഞ്ഞം ഹാർബർ എന്ന് പേര് ചെയ്ത് ഈ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ പോർട്ട് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തുനിന്ന് കാണാനായി സാധിക്കും. ഇതൊരു വേക്കൻറ്റ് പ്ലേസ് പോലെ ഇവിടെയുണ്ട്. ഇവിടെ ഫീച്ചറിൽ നമുക്ക് 2ാം ഘട്ട വർക്കുകൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പോർഷനുണ്ട്. കാരണം ഇവിടെ എല്ലാ ആഴം എന്ന് പറയുന്നത് ഏകദേശം 20 മീറ്റർ മുതൽ 25 മീറ്റർ വരെയാണ്. ഇതാണ് പോർട്ട് റിലേറ്റ് ചെയ്ത മെഷർമെൻറ്റ്. അത് മാത്രമല്ല നമുക്കിവിടെ ആഴിമല ടെമ്പിൾ ഇത്രത്തോളമാണുള്ളത്. നമുക്ക് ഈ പറയുന്ന മെഷർമെൻറ്റ്, അതായത് എത്ര മീറ്ററാണ് ബ്രേക്ക് വാട്ടർ, അത് നമ്മൾ ഈ കാണുന്ന ഇപ്പം നമ്മൾ കാണുന്നത് 3200 മീറ്ററാണ്. നമുക്ക് എത്ര മീറ്റർ കൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കാൻ സാധിക്കുമോന്ന്. നമുക്ക് ഈ എൻഡ് പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് മെഷർമെൻറ്റ് തുടങ്ങാം. ഇവിടം വരെ ഏകദേശം 3200 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം 475 മീറ്റർ, ഏകദേശം 666, 773, 860, 800 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ 3200 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി 800 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
4000 മീറ്ററിലേക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ 4000 മീറ്റർ ആകുമ്പോൾ ഇത്രത്തോളമാണ് വരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാം. അതായത് ആഴിമല ക്ഷേത്രത്തിൻ്റെ പേരലായിട്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബ്രേക്ക് വാട്ടർ വരും എന്ന് നമുക്ക് ഈ മെഷർമെൻറ്റിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ബെർത്തിൻ്റെയും ഇപ്പോൾ നിലവിൽ 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1200 മീറ്ററാണ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ 2028 ആകുമ്പോൾ 1111 മീറ്റർ 1200 മീറ്ററാണ് വരേണ്ടത്. 1300 മീറ്റർ ആകുമ്പോൾ ആഴിമല ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെർത്തിൻ്റെ പോർഷൻ കാണാനായി സാധിക്കും. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആഴിമല ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ബെർത്ത് കാണാനായി സാധിക്കില്ല. ബ്രേക്ക് വാട്ടർ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. പക്ഷേ ഇനി 2028 ആകുമ്പോൾ നമ്മൾ ആഴിമല ക്ഷേത്രത്തിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെ ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനും എത്തും. അതല്ലെങ്കിൽ ബെർത്ത് ആഴിമല ക്ഷേത്രത്തിൽ നിന്നാൽ കാണാനായി സാധിക്കും. കാരണം നല്ല ദൂര വ്യത്യാസമുണ്ട്, അടുത്തല്ല എങ്കിലും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫ്യൂച്ചറിൽ 2028 ആകുമ്പോൾ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെയും എക്സ്റ്റൻഷൻ വരുന്ന അതിനോട് ചേർന്ന് ഈ ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നതോട് ചേർന്നിട്ട് ഈ ഭാഗത്തെല്ലാം യാർഡ് എക്സ്റ്റൻഷനും കംപ്ലീറ്റ് ആയി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 80 ഹെക്ടർ ലാൻഡാണ് നികത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ പോർട്ടും നമ്മുടെ ഗേറ്റ് വേ ഓപ്പൺ ആക്കാൻ വേണ്ടി NH66 നമുക്ക് കാണാനായി സാധിക്കും. 1700 മീറ്ററാണ് നമ്മൾ ഈ പോർട്ട് മുതൽ NH66 വരെയുള്ള ലിങ്ക് റോഡിൻ്റെ പിന്നെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ഈ പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുക്കുന്നതോടൊപ്പം തന്നെ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ എടുക്കാറുണ്ട്. അവസാനഘട്ട വർക്കുകൾ നടക്കുന്ന പോർഷനിൽ അപ്ഡേഷൻ പലപ്പോഴായിട്ട് ചെയ്യുന്നുണ്ട്. 2 ബ്രിഡ്ജാണ് നമ്മൾ ഈ 1700 മീറ്റർ, അതായത് നമ്മുടെ പോർട്ട് മുതൽ നമ്മൾ ഈ കാണുന്ന സേലം, കൊച്ചി, കന്യാകുമാരി NH66 കണക്ട് ചെയ്യുമ്പോഴുള്ള 2 ബ്രിഡ്ജാണുള്ളത്. രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ മുതൽ മെയിൻ വർക്ക് നടക്കുന്നത് ഇവിടം വരെ NH66 എഴുതിയ വരെ അണ്ടർപാസ്സാണ്. ഈ അണ്ടർപാസിൻ്റെ അവിടെ തീരുന്നില്ല. ഈ ബ്രേക്ക് ചെയ്ത സ്ഥലം വരെ ഏകദേശം 324 മീറ്റർ അല്ലെങ്കിൽ 325 മീറ്ററോളം വർക്ക് നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, നിലവിൽ 150 മീറ്ററുകളുള്ളത് വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് ചോദിച്ചു. 150 മീറ്റർ മാത്രമല്ല, കാരണം ഈ NH-ലേക്ക് ഒരു എൻട്രൻസ് പോർഷൻ ഉണ്ട്. ഈ എൻട്രൻസ് പോർഷൻ വരെ ഈ വർക്ക് മുന്നോട്ട് പോകണം. അതായത് നിലവിൽ പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ലോറി ട്രിവാൻഡ്രം ഭാഗത്തേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നർ ലോറി ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ NH-ൻ്റെ ബൈ റോഡ് വരുന്നുണ്ട്. ഈ ബൈ റോഡും അഡീഷണൽ ആയിട്ടൂടെ വർക്ക് നടക്കണം. അപ്പോൾ 2 റോഡാണ് ഇവിടെ കൂടി കടന്നു പോകുന്നത്. 2 റോഡിൻ്റെയും വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവണം. ആ വർക്കിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടത് പോർട്ടിൻ്റെ വർക്ക് അപ്ഡേഷൻ മെഷറിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന പോർട്ട് മുതൽ NH66 വരെയുള്ള ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ ആഴ്ചയും നമ്മൾ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷനും പോർട്ടിൻ്റെ അപ്ഡേഷനും ഉൾപ്പെടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോട് ഉൾപ്പെടെ തന്നെ നമ്മൾ ഈ പറയുന്ന മെഷർമെൻറ്റ് കൂടെ ചേർത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പോർട്ടിൻ്റെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.